ഇന്ന് രാവിലത്തെ ആ ഒരു അടി, ഇത്രയ്ക്കും തീ പാറുന്ന ഒരടിയും ഒരു സീസണിലും ഉണ്ടായിട്ടില്ല ഇതുവരെ രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തില. അത് കഴിഞ്ഞ് ഇത്രയും നേരമായിട്ടും ആ ഒരു വഴക്ക് തന്നെയായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം. റോക്കി പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ പേഴ്സണലി കാണുന്നില്ല. അതിപ്പോ അകത്താണെങ്കിലും പുറത്താണെങ്കിലും എത്ര പേര് ട്രിഗർ ആയാലും ജാസ്മിനും ഗബ്രിക്കും സപ്പോർട്ടുമായിട്ട് വന്നാലും ഒരു ന്യായവും അവരുടെ ഭാഗത്തില്ല, ഞാൻ സമ്മതിച്ചു തരത്തില്ല. ഹണിമൂൺ കപ്പിൾസിനെ പോലെ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും അവിടെ. ഗബ്രിയുടെ ഗെയിം ഒക്കെ തീർന്നു, ജാസ്മിൻ കാരണം വെടി തീർന്ന അവസ്ഥയിലാണ് ഗബ്രിയുടെ ആ ഒരു ഗെയിം. നമ്മൾ നമ്മുടെ റൂമിലെ ഫാൻ ഓഫ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ ഓഫ് ആവില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയാണ് അത് ഓഫ് ആവുന്നത്. പക്ഷെ ഒരു 1-2 മിനിറ്റ് കൊണ്ട് അത് ഓഫ് ആവും. അതേപോലെയാണ് ഗബ്രിയുടെ ഗെയിം എന്ന് എനിക്ക് തോന്നുന്നത്. ഗബ്രിയുടെ എല്ലാ മാനിപ്പുലേഷനും കളിയും 2 ആഴ്ച കൊണ്ട് അവസാനിച്ചു. പക്ഷെ ഇപ്പോഴും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ തുടക്കത്തോടെ ഗബ്രി ജോസ് എന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിമിന്റെ കാര്യം ഒരു തീരുമാനമാവും. നോമിനേഷനിൽ വന്നാല് തീർപ്പാവും. പിന്നെ ജാസ്മിന്റെ ഗെയിമും ഉടനെ തന്നെ അവസാനിക്കും. പക്ഷെ അതേസമയം റോക്കിയുടെ ഗെയിം അത് വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിനുമായിട്ട് ഇന്നലെ ചർച്ച നടത്തി അവരവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അടവുകളാണ് ഇറക്കുന്നത് എന്ന് പറയിപ്പിച്ചത് റോക്കിയുടെ മൈൻഡ് ഗെയിം. ഒരു വഴക്കം ഉണ്ടാകാതെ സ്മൂത്ത് ആയിട്ട് അത് ചോദിച്ചറിഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റോക്കിയുടെ മൈൻഡ് ഗെയിമാണ്. വൈകുന്നേരം ആണുങ്ങൾ പെണ്ണുങ്ങൾ കാർഡിറക്കി കളിച്ച് ഗബ്രിക്ക് കണക്കിന് കൊടുക്കാൻ അവിടെ റോക്കി സിജോയും അല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. ഗബ്രീനെ പോലെ ഒരാളുടെ ജെൻഡറിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള നാറിയ ഗെയിം റോക്കി ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ കളിച്ചിട്ടില്ല. സിജോയും റോക്കിയും നല്ല ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഒരിക്കലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഗെയിമിനെ അഫക്ട് ചെയ്തിട്ടില്ല. ജാസ്മിന്റെയും ഗബ്രിയുടെയും പോലെ ഒരിക്കലും അഫക്ട് ചെയ്തിട്ടില്ല. റോക്കിയുടേതായ രീതിയിൽ കളിച്ച് മുന്നേറുന്നുണ്ട്, സിജോയുടേതായ രീതിയിലും. അവർ രണ്ടുപേരും ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കുന്നത് കൂടിയില്ല ഇപ്പൊ ഗെയിമിനെ ബാധിക്കും എന്നായപ്പോ. ഇപ്പൊ ഏറ്റവും അധികം പ്രേക്ഷകർ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നതും അവര് രണ്ടുപേരെ തന്നെ ആയിരിക്കും. ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, ഈ സീസണിൽ എനിക്കൊരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ട് എങ്കിൽ അത് അസി റോക്കിയാണ്. അത് പറയാൻ ഒരു മടിയുമില്ല. ഇനി ഞാൻ റോക്കിക്ക് PR എടുത്തു എന്ന് പറയുന്നവന്മാര് നമ്മുടെ വ്യൂസും സബ് കൗണ്ടും ഒക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ഈ വ്യൂവും സബ് കൗണ്ടും കൂടാതെ PR കിട്ടുന്ന നക്കാപ്പിച്ച് മേടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും നമുക്കില്ല. വ്യൂസും സബ് കൗണ്ടും എത്ര കുറവാണെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും. അസി റോക്കി അവിടെ നല്ല ബ്രില്യന്റ് ആയിട്ട് തന്നെ കളിച്ച് മുന്നിലേക്ക് വരുന്നുണ്ട്, സിജോയും കയറി വരുന്നുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോ ഞാനോ വേറെ ഏതെങ്കിലും റിവ്യൂവറോ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് വെച്ച് ഈ സീസണിൽ ഒരിക്കലും ഒരു 1 man ഷോ നമുക്ക് കാണാൻ പറ്റില്ല. ഒരാളെ കേന്ദ്രീകരിച്ച് മാത്രം ഈ ഒരു ഷോ പോവില്ല, കാരണം അതിന്റെ മേക്കേഴ്സ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും നല്ല കണ്ടസ്റ്റൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് 2 ആഴ്ച ആയപ്പോഴേ നമുക്ക് 50 ദിവസം കഴിഞ്ഞ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്നത്.